തന്നെ. ആ ഒരു സാഹചര്യത്തിൽ പിശാച് ഇവരെ എല്ലാം സ്വാധീനിക്കുമെന്ന കാര്യം 100% ഉറപ്പാണ്. പിന്നെ അവസ്ഥയിൽ അത് കൊണ്ടുവരുന്നത് നെഗറ്റീവ് എനർജീസിനെ ക്ഷണിച്ചു വരുത്തുകയും പിന്നെ ആ കുട്ടിയിലും ആ വീട്ടിലും ഒക്കെ പൈശാചികത ഉണ്ടാവാനുള്ള കാരണമാവുകയും നമുക്ക് നിലവിലുള്ള കാലമാണ്. ആ വീട്ടിൽ പിശാച് ആക്ട് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇത് ഞാൻ മാത്രമല്ല. ആസ്ക് ദി സ്കോളർ വിത്ത് ഷെയ്ഖ് റഹ്മത്തുള്ള പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കൊണ്ടോട്ടി ഒഴുകൂരിൽ നിന്നും മുഹമ്മദ് അബ്ദുൽ ബാസിത്തിന്റെ ചോദ്യം: ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മാജിക്കൽ ഹെൽത്തി ടേർമറിക് സ്പ്ലാഷ് എന്ന ട്രെൻഡിങ് വീഡിയോ ഉസ്താദും അറിഞ്ഞിരിക്കുമല്ലോ. ഇത് കുട്ടികളും മാതാപിതാക്കളും ഇരുട്ടുമുറികളിൽ വെച്ച് ചെയ്യുന്നതും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നതും ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം? ഇതിന് പൈശാചികമായി ബന്ധമുണ്ടോ? ഉസ്താദിൻ്റെ വിശദീകരണം പ്രതീക്ഷിക്കുന്നു. നമ്മളായി പറയുന്നത് ഈ ചോദ്യം വരുന്നതിന് മുമ്പ് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല, വേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ല. എവിടെയോ ചില സ്പർശങ്ങൾ കണ്ടു എന്നേ ഉള്ളൂ. ഈ ചോദ്യം വന്നപ്പോഴാണ് ഇതിൻ്റെ ഗൗരവമായ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തത്. ഒന്നാമതായി പറയാനുള്ളത്, സോഷ്യൽ മീഡിയയിൽ ഇത്തരം ട്രെൻഡുകളൊക്കെ ഉണ്ടാക്കി തീർക്കുന്നതിന് പിന്നിൽ ചില പൈശാചിക താല്പര്യങ്ങൾ അത് ഉണ്ടാക്കി വിടുന്ന ആളുകൾക്കുണ്ടായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഇത്തരം ട്രെൻഡുകൾക്ക് പിറകെ നമ്മുടെ കുട്ടികളോ യൂത്തോ മുതിർന്നവരോ, കാരണം പലതും നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ നടക്കുന്ന പലതും, പല കൂട്ടിച്ചേരലുകളും പല കാര്യങ്ങളും നമ്മുടെ അറിവിനും അപ്പുറത്തുള്ള പല വസ്തുതകളും അതിൻ്റെ പിന്നിൽ അനിഷേധ്യമായ സാന്നിധ്യമായി ലോകത്തിന് ബോധ്യപ്പെട്ട വസ്തുതകളാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുമായി ബന്ധപ്പെട്ട ഒരു കർമ്മം, മഞ്ഞൾപ്പൊടി, വെള്ളം ഇതൊക്കെ ചേർക്കുന്ന ഒരു കർമ്മമാണ് സത്യത്തിൽ ഹെൽത്തി മാജിക്കൽ സ്പ്ലാഷ് എന്ന ഈ പ്രവർത്തനം. പൊടികൾ പൊതുവെ ചൈനയിലെ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഒക്കൽറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ ചില പൊടികളുടെ കൂട്ട്, ചില പൊടികൾ, അതൊക്കെ അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഒരു പ്രത്യേകമായ അവസ്ഥയിൽ അത് കൊണ്ടുവരുന്നത് നെഗറ്റീവ് എനർജീസിനെ ക്ഷണിച്ചു വരുത്തുകയും പിന്നെ ആ കുട്ടിയിലും ആ വീട്ടിലും ഒക്കെ പൈശാചികത ഉണ്ടാവാനുള്ള കാരണമാവുകയും. നമുക്ക് നിലവിലുള്ള കാര്യം, വിഷയമായ കാര്യത്തെക്കുറിച്ച് പറയാം. ഒന്ന്, ഇരുട്ടുമുറി. അവിടെ നടക്കുന്ന ഈ കർമ്മം എന്നാൽ ഈ ഹെൽത്തി തെർമറിക് മാജിക്കൽ സ്പ്ലാഷ് എന്ന ഈ സംഭവം, ഒന്ന് ഇരുട്ടുമുറി, 2 കത്തിച്ചു വെച്ച ടോർച്ച് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിൻ്റെ അതിൻ്റെ ടോർച്ചിൻ്റെ ഭാഗം ഓൺ ചെയ്ത് വെക്കുക. എന്നിട്ട് 3 അതിൻ്റെ മുകളിലേക്ക് ഗ്ലാസ് വെക്കുക. 4 ആ ഗ്ലാസ്സിൽ വെള്ളം നിറക്കുക. 5 അതിലെ അവിടെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഗീതം, ഏതെങ്കിലും ഒരു പിയാനോ സംഗീതം, ഒരു അട്രാക്റ്റീവായ, ആ സന്ദർഭത്തിൽ അട്രാക്റ്റീവായ എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു സംഗീതം തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതായി കാണുന്നു. ഈ സംഗീതം ഏതാണെങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിൽ സംഗീതത്തെ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് എനർജിയെ ക്ഷണിച്ചു വരുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ആ വെള്ളം നിറച്ച് പിന്നെ ഈ സംഗീത സാന്നിധ്യത്തിൽ പിന്നീട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടും. ആ മഞ്ഞൾപ്പൊടി താഴ്ന്നു പോകുന്നത് കുട്ടികളെ അടുത്തിരുത്തി കുട്ടികളും മുതിർന്നവരൊക്കെ വളരെ കൗതുകത്തോടെയും ഒരു അത്ഭുതത്തോടു കൂടെയും നോക്കി നിൽക്കും. ഇത് സ്വാഭാവികമായ ഒരു സംഗതിയാണ്. പക്ഷെ ഇത് ആയിട്ട് മനസ്സിലാക്കിയിട്ട് ആളുകളൊക്കെ ഒരു കൗതുകപരമായ ഒരു പ്രവർത്തനമായിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ. പഴയ കാലത്തൊന്നും ഇല്ല. മഞ്ഞൾപ്പൊടിയുണ്ട്, വെള്ളമുണ്ട്, ടോർച്ചുണ്ട്, ഇരുട്ടുമുറിയുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ പൈശാചികത അനുദിനം അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചില തൽപര കക്ഷികൾ, ചില നിഗൂഢ താല്പര്യക്കാർ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പിശാചിനെ കയറ്റിക്കൂട്ടാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന ചില താല്പര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഞ്ഞൾ, അതേപോലെ തന്നെ വെള്ളം, പിന്നെ വെളിച്ചം, അതേപോലെ തന്നെ ഇരുട്ടുമുറി, സംഗീതം, ഇതിനൊക്കെ നമ്മൾ പഠിച്ചാൽ മഞ്ഞൾ എന്നത് താന്ത്രിക പ്രമാണമനുസരിച്ച് അത് മഞ്ഞൾ വ്യാഴം, ജുപ്പിറ്ററിനെ അഥവാ ബൃഹസ്പതിയെ കുറിക്കുന്നതും സൂചിപ്പിക്കുന്നതുമാണ്. താന്ത്രിക ക്രിയയിൽ അത് ബൃഹസ്പതിയെ സൂചിപ്പിക്കുന്നതാണ് മഞ്ഞൾ.
വെള്ളമാകട്ടെ രാശി അല്ലെങ്കിൽ സോമ എന്ന് പറയും, അഥവാ ചന്ദ്രനെ സൂചിപ്പിക്കുന്നതാണ് വെള്ളം. പിന്നെയുള്ളത് ഇത് രണ്ടും, അതായത് മഞ്ഞൾപ്പൊടി, വെള്ളം. മൂന്നാമതായുള്ളത് ഇരുട്ടുമുറിയാണ്. ഇരുട്ട് എന്നത് സ്വാഭാവികമായും എല്ലാവർക്കും അറിയാലോ. ഈ ഇരുട്ടെപ്പോഴും മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതിലെപ്പോഴും പൈശാചിക സാന്നിധ്യത്തെ നമ്മൾ ഭയപ്പെടണം. പിന്നെയുള്ള ആ സന്ദർഭത്തിൽ കൊണ്ടുവരുന്ന വെളിച്ചം. വെളിച്ചം അഥവാ അത് അഗ്നിയെ സൂചിപ്പിക്കുന്നതാണ്, വെളിച്ചം. മറ്റൊരു കാര്യം സംഗീതം. ഇത് എല്ലാത്തിൻ്റെയും ഈ ഒരു കൂട്ടായ്മയിൽ അവിടെ നെഗറ്റീവ് എനർജി 100% പ്രവർത്തിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഈ കുട്ടിയിൽ പിശാച് കയറാൻ കാരണമാകും. ആ മുറിയിൽ ആ സാന്നിധ്യത്തിൽ 100% പിശാച് വരും. പിശാച് എന്നാൽ ഈ ഭൗമമണ്ഡലം മുഴുവനും നിറഞ്ഞു കിടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് പിശാച് എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ കുട്ടിയിൽ, എന്തിനാ കുട്ടി, പ്രത്യേകിച്ച് സ്ത്രീകൾ, കുട്ടികളെ പോലെ പിശാച് പെട്ടെന്ന് കയറുന്ന ആളുകളാണ് സ്ത്രീകൾ. ഇനി മുതിർന്നവരും തന്നെ. ആ ഒരു സാഹചര്യത്തിൽ പിശാച് ഇവരെ എല്ലാം സ്വാധീനിക്കും എന്ന കാര്യം 100% ഉറപ്പാണ്. പിന്നെ അതപ്പോൾ ബോധ്യപ്പെട്ടോളം എന്നില്ല. പിന്നെ അത് അവരിൽ ആക്ട് ചെയ്യുന്ന സമയങ്ങളിലാണ് ബോധ്യപ്പെടുക. അത് അവരുടെ മനസ്സിനെ മാറ്റിമറിക്കും. അവരുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു പോകും. നന്മയിലേക്കുള്ള അവരുടെ താല്പര്യങ്ങൾ കുറയും. ശത്രുത വർദ്ധിപ്പിക്കും. തെറ്റായ ചിന്താഗതികളെ വളർത്തും. അശ്ലീലതകളെ വളർത്തും. ഇതൊക്കെ പിശാച് ഉള്ളിൽ കയറിയാൽ നടക്കുന്നതാണ്. അതപ്പോൾ നടന്നില്ലെങ്കിലും പിന്നീട് ഈ പിശാച് ഈ കുട്ടിയിൽ ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ആ വീട്ടിൽ പിശാച് ആക്ട് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇത് ഞാൻ മാത്രമല്ല, ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ല. താന്ത്രിക വിദ്യയെക്കുറിച്ച് അറിയുന്ന ഹൈന്ദവ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഹൈന്ദവ പണ്ഡിതന്മാർ മാത്രമല്ല, സർവ്വമതങ്ങളിലും പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന, അല്ലെങ്കിൽ ഒക്കൽട്ടിനെ കുറിച്ച് അറിയുന്ന സർവ്വമതങ്ങളിലും പെട്ട പണ്ഡിതന്മാർ ഇത്തരം കർമ്മങ്ങൾ ചെയ്യരുതെന്ന് എല്ലാ കാലഘട്ടത്തിലും അവരുടെ ഉപദേശങ്ങളിലും അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ സൂചിപ്പിച്ചതാണ്. ഞാനൊരു ഉദാഹരണം തൽക്കാലം ഒരാളെ നമുക്ക് ഈ വിഷയത്തിൽ ഉദാഹരിക്കാം. അത് മറ്റാരുമല്ല, മഹാരാഷ്ട്രയിലെ പ്രഗത്ഭ ജ്യോതിഷിയായ ആസ്ട്രോളജറായ പേര് അരുൺ കുമാർ വ്യാസ് എന്ന. അരുൺ കുമാർ വ്യാസ് താന്ത്രിക പ്രക്രിയകളിലൊക്കെ പ്രശസ്തനാണെന്ന് മാത്രമല്ല അറിയപ്പെടുന്ന ഒരു ആസ്ട്രോളജറാണ്. പ്രഗത്ഭനായ ഒരു ഹൈന്ദവ പണ്ഡിതനും ആസ്ട്രോളജറുമാണ് അരുൺ കുമാർ വ്യാസ്. ഈ സംഭവം പുറത്തു വന്ന ഉടനെ അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പേജിൽ രേഖപ്പെടുത്തിയത് ഒരിക്കലും ഇത് ചെയ്യരുത് എന്ന്. ഇതാണ് അരുൺ കുമാർ വ്യാസ്. ഇതാണ് അതിന് താഴെ ആ ഗ്ലാസിന് അതിൻ്റെ താഴെ ഗ്ലാസിൽ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം കൊടുക്കുന്നത് ഇത് താന്ത്രിക പ്രക്രിയ ഹേ. ഇതാണ്, ഇത് താന്ത്രിക വിദ്യയാണ്, സാധാരണക്കാർ ചെയ്യരുത്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അറിയുന്ന ജ്യോതിഷികൾ അത് ചെയ്യുമ്പോൾ തന്നെ അവരതിന് ഒരുപാട് കാര്യങ്ങൾ, ഒരു അത്യാവശ്യ കാര്യത്തിന് ഒരു താന്ത്രിക പ്രക്രിയ ഒരു ജ്യോതിഷി ചെയ്യേണ്ടി വന്നാൽ അതിനുവേണ്ടി ദിവസങ്ങളോളം വ്രതമെടുത്ത് പല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. എന്നിട്ടാണ് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ഒരു താന്ത്രിക പ്രക്രിയ പോലും അവർ ചെയ്യാറുള്ളത്. സാധാരണക്കാരത് ചെയ്യാൻ ഒരിക്കലും പാടില്ലതാണ്. കാരണം എന്തുകൊണ്ട്? ഇത് തികച്ചും പൈശാചികമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അദ്ദേഹം അതേക്കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം കുറിച്ചത്, ദിസ് ഈസ് നോട്ട് ജസ്റ്റ് സം ഹാംലെസ് ട്രെൻഡ്. ഇത് കേവലം ഒരു കൗതുകമായ ഒരു കർമ്മമല്ല. ഇത് കേവലം ഒരു കൗതുകമുളവാക്കുന്ന കർമ്മമാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇത് ചെയ്യരുത്. ഇറ്റ് ഈസ് പവർഫുൾ ഒക്കൽട്ട് പ്രാക്ടീസ്. ഇത് കൃത്യമായും ഒരു വളരെ വലിയ ഒരു കൂടോത്രം അഥവാ പൈശാചിക സാത്തനിക് കർമ്മമാണ്. ദാറ്റ് ക്യാൻ അട്രാക്ട് നെഗറ്റീവ് എനർജീസ്. ഇത് തീർച്ചയായും നെഗറ്റീവ് എനർജീസിനെ അഥവാ പിശാചുക്കളെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. യാതൊരു കാരണവശാലും ഇത് കേവലം ഒരു കൗതുകം എന്ന രൂപത്തിൽ നിങ്ങളിത് ചെയ്യരുത്. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണെന്ന് അരുൺ കുമാർ വ്യാസ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിക്കുകയുണ്ടായി. ഇന്ത്യയിൽ തന്നെ മഹാരാഷ്ട്രയിൽ എന്ന് വേണ്ട താന്ത്രിക പ്രക്രിയയിലൊക്കെ അറിയപ്പെട്ട ഒരു ജ്യോതിഷിയാണ് അദ്ദേഹം. അപ്പോൾ ഇത് ഞാൻ ഉദാഹരണത്തിന് വേണ്ടി അദ്ദേഹത്തെ ഉദാഹരിച്ചത് മാത്രമാണ്, അത്രയല്ലേ ഒരു പ്രോഗ്രാമിൽ കഴിയുള്ളൂ.
അപ്പം ഇത്തരം കർമ്മങ്ങളൊക്കെ എല്ലാ മതങ്ങളും നിരോധിച്ചിട്ടുകയും നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നില്ലേ? അതെ, അത് കറിക്കാണ് ഉപയോഗിക്കുന്നത്. പിശാചിൻ്റെ സ്വാധീനം അതിൽ ഉണ്ടാവില്ല. വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? തീർച്ചയായും ഉപയോഗിക്കുന്നുണ്ട്. വെള്ളം പ്രത്യേകിച്ച് വെള്ളത്തിൽ എപ്പോഴും പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പുണ്യ റസൂൽ പറയുന്നുണ്ട്. വെള്ളത്തെ തൊടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വെള്ളത്തിൽ അനാവശ്യമായി കളിക്കരുത്. യുസമ്മ വലഹാൻ, ആ പിശാജ്, വെള്ളത്തിൽ കളിക്കുന്ന ഒരു പിശാജുണ്ട്. വെള്ളവുമായി ബന്ധപ്പെട്ടവരൊക്കെ അതിൽ കളിച്ചാൽ, സാധാരണ രീതിയിൽ തന്നെ വെള്ളത്തിൽ കളിക്കുമ്പോൾ ഉമ്മമാരും അമ്മമാരും ഒക്കെ പഴയ കാലത്തെ പറയും വെള്ളത്തിൽ കളിക്കരുതേ എന്ന് പറയും. അത് വളരെ സൂക്ഷിക്കണം. വെള്ളം എന്ന് പറഞ്ഞാൽ പിശാചുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് അത്യാവശ്യത്തിന് ആർക്കും ഉപയോഗിക്കാം. വെള്ളം ഒരു അനിവാര്യമായ കാര്യമാണ്. മാത്രമല്ല, മനുഷ്യനെ സൃഷ്ടിച്ചത് പോലും വെള്ളത്തിൽ നിന്നാണെന്ന് വേദങ്ങളൊക്കെ പറയുന്ന ഒരു സത്യവുമാണ്. അതല്ല ഇവിടെ. ഇതൊരു പ്രത്യേകമായ ഒരു പ്രാക്ടീസാണ്, ഒരു പ്രത്യേകമായ ഒരു ഹോമം പോലെയുള്ള ഒരു കർമ്മമാണ്. അതായത് എന്തൊക്കെയാണ് കർമ്മത്തിൽ? അത് മുറി തികച്ചും ഇരുട്ടുമുറി, എന്നിട്ട് അതിൽ അഗ്നിയുടെ സാന്നിധ്യത്തെ കൊണ്ടുവരിക, എന്നിട്ട് വെള്ളം നിറക്കുക, എന്നിട്ട് വിധിയപ്പെട്ട ഒരു പിയാനോ, ഒരു സംഗീതം പിശാചിനെ ക്ഷണിച്ചു വരുത്തും. ഇത് എല്ലാത്തിൻ്റെയും പിന്നിൽ ഓടരുത്. നമ്മുടെ പുതിയ യുവതിവാക്കൾ ഈ വിഷയം ഞാൻ പഠിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വിഷയം പഠിക്കുന്നതിനിടെ ഈ ചോദ്യം വന്നപ്പോഴാണ് ഞാൻ പഠിക്കാൻ തുനിഞ്ഞത്. ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതാണ് ഞാൻ പഠിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, അയാളൊരു ധർമ്മബോധമൊക്കെ ഉള്ള ആളാണ്. അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു കുടുംബ വീട്ടിൽ ഈ കർമ്മം നടക്കുന്നതിനിടയിലാണ് ഞാൻ കയറി ചെന്നത്. ഞാൻ ആ ഗ്ലാസും വെള്ളവും ഒക്കെ ദൂരേക്ക് വലിച്ചെറിഞ്ഞതും ആ വീട്ടുകാർ മുഴുവൻ എന്നെ ശകാരിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ എന്നെ ശകാരിച്ചാലും വേണ്ടില്ല, ഇതൊരു സാധാരണ കർമ്മമല്ല, ഇത് വലിയ അപകടം വരുത്തും, അത് പണ്ഡിതന്മാരെ കൊണ്ട് അന്വേഷിക്കാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞു പോന്നു. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ എന്നോട് ഇന്നലെ ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കവേ പറയുകയുണ്ടായി. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇത് എന്താ പറയുക, ഈ ഒരു ഹെൽത്തിയുമായി ബന്ധപ്പെട്ട ഇതായാലും ഇനി മറ്റെന്തായാലും സോഷ്യൽ മീഡിയ ട്രെൻഡുകൾക്ക് പിന്നിൽ ജ്ഞാനികളായ ആളുകളോട് കാര്യങ്ങൾ ബോധ്യപ്പെടാതെ യുവതീവാക്കൾ ഓടരുത്. അത് നമ്മുടെ ജീവിതം മുഴുവനും നെഗറ്റീവാക്കും. ഇത്തരം നെഗറ്റീവ് ശക്തികൾ നമ്മുടെ ജീവിതത്തെ മുഴുവനും സ്വാധീനിക്കും. പിന്നെ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ലക്ഷങ്ങളല്ല കോടികൾ ചെലവഴിച്ചാലും ഇത്തരം നെഗറ്റീവ് എനർജീസിൽ നിന്ന് പിന്നെ ഓടി രക്ഷപ്പെടാൻ സാധ്യമല്ല. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, നല്ലതാണ്. എല്ലാവർക്കും നന്ദി. മറ്റൊരു ചോദ്യവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.